നമസ്കാരം, തട്ടിക്കൂട്ട് കുക്കറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എളുപ്പത്തിലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ബീൻസ് ചെറുതായി അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മസാല പൗഡർ തയ്യാറാക്കാൻ ഞാൻ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 കഷ്ണം കറുകപ്പട്ട, 1 തക്കോലം, 3 ഗ്രാമ്പു. ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. വെജിറ്റബിൾസ് വഴറ്റാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു പോട്ടെടുത്ത് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ബസ്മതി റൈസിന് 4 കപ്പ് വെള്ളമാണ് കണക്ക്. അരി എടുത്ത അതേ കപ്പിൽ തന്നെ അളന്നാണ് ഈ വെള്ളവും ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പീസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കൺ ഒന്ന് ടാപ്പ് ചെയ്യണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരി എടുത്തിരിക്കുന്ന അതേ അളവിലാണ് ക്യാരറ്റും ബീൻസും എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പൊടിച്ചു വച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുള്ളവർ മസാലപ്പൊടിയോടൊപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കേണ്ടതാണ്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വെന്തോ എന്ന് നോക്കാം. കുക്കായ റൈസിനെ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. സ്കൂളിൽ കൊടുത്തു വിടുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നില്ല എന്ന് പരാതിയുള്ളവർക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു ആഹാരമാണിത്. ഇതുണ്ടാക്കി കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്തു വിട്ട് നോക്കൂ. കുട്ടികളൊക്കെ ഇത് നന്നായിട്ട് കഴിക്കുന്നതായിരിക്കും. വെജിറ്റബിൾസൊക്കെ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മസാല കൂട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വയ്ക്കാം. വെജിറ്റബിൾസ് വഴറ്റുന്ന സമയം മതി ബസ്മതി റൈസ് വെന്ത് കിട്ടാൻ. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. സോസിൻ്റെ കൂടെയോ കെച്ചമ്പറിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാസ്മതി റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും ഉപ്പിട്ട് വേണം വേവിക്കാൻ. എങ്കിൽ മാത്രമേ അത് ഒന്നിലൊന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായ ടേസ്റ്റിയായ ഒരു ആഹാരമാണ്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സോസിൻ്റെ കൂടെയോ കെച്ചമ്പറിൻ്റെ കൂടെയോ ഓംലെറ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്.
നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്.